അങ്ങനെ ബിഗ് ബോസിന് ഏറ്റവും കൃത്യമായിട്ടുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ഓരോ ആൾക്കാരും വോട്ടിംഗ് വളരെ നിർണായകമാണ്. ഭയങ്കര ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഓരോ ആൾക്കാരും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെയാണ് ബിന്നി എവിക്റ്റ് ആയത്, അതുപോലെ തന്നെ ഞാൻ അപ്പാനെ എവിക്റ്റ് ആവെന്ന് പറഞ്ഞു, നമ്മുടെ ജിസേൽ എവിക്റ്റ് ആവെന്ന് പറഞ്ഞു. എല്ലാ എവിക്ഷനിലും ഞാൻ പറയുന്നത് തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ നടന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇപ്രാവശ്യം ഞാൻ പറയുന്നതായിരിക്കും. ഇതൊക്കെ അറിയാൻ വേണ്ടിയും ബിഗ് ബോസിന്റെ കറക്റ്റ് ആയിട്ടുള്ള വോട്ടിംഗ് റിസൾട്ട് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഒട്ടും വൈകാണ്ട് നമുക്ക് വോട്ടിംഗിലേക്ക് കടക്കാം. ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയുള്ള ഷാനവാസ് ആണ്. ഷാനവാസിന് ഇതുവരെ കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് 65,789 വോട്ടുകൾ ഷാനവാസ് ഇതുവരെ നേടിയെടുത്തിട്ടുണ്ടെങ്കിലും വളരെ ചെറിയ രീതിയിലുള്ള വോട്ട് വ്യത്യാസം മാത്രമേ ഉള്ളൂ ആര്യനും ഷാനവാസും. രണ്ടാം സ്ഥാനം നിൽക്കുന്നത് ആര്യനാണ്. ആര്യന് ഇതുവരെ കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് 65,432 വോട്ടുകൾ ആര്യൻ ഇതുവരെ നേടിയെടുത്തിട്ടുണ്ട്. ഇനി വോട്ടിംഗ് അവസാനിക്കാൻ വളരെ ചുരുക്കം നേരം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അട്ടിമറികൾ സംഭവിക്കാൻ ഞാൻ ചാൻസസ് കാണുന്നുണ്ട്. അങ്ങനെ മൂന്നാം സ്ഥാനത്തോട്ട് വമ്പിച്ച മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ട് കയറി വന്നേക്കുന്നത് അക്ബറാണ്. അക്ബറിന് ഇതുവരെ കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് 65,210 വോട്ടുകൾ അക്ബർ ഇതുവരെ നേടിയെടുത്തിട്ടുണ്ട്. എന്തായാലും നൂറ് നല്ല രീതിയിലുള്ള വോട്ട് കുറഞ്ഞ് പിന്തള്ളപ്പെട്ട് 4ാം സ്ഥാനത്തോട്ട് എത്തിയിട്ടുണ്ട്. നൂറയ്ക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് 64,046 വോട്ടുകൾ മാത്രമേ നൂറയ്ക്ക് ഇതുവരെ നേടിയെടുക്കാൻ സാധിച്ചുള്ളൂ. സത്യം പറഞ്ഞാൽ വോട്ട് തുടങ്ങുന്ന സമയത്ത് നൂറ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന നൂറയായിരുന്നു. ഇറങ്ങി വന്ന് 4ാം സ്ഥാനം വരെ നൂറ പുറകിലോട്ട് പിന്തള്ളപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെ പറയാം. അങ്ങനെ ഇനി ഞാൻ പറയാൻ പോകുന്ന 2 പേരിൽ ഒരാളായിരിക്കും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഈ ആഴ്ച പടിയിറങ്ങാൻ പോകുന്നത്. അത് ഒന്നില്ലെങ്കിൽ ലക്ഷ്മി ആയിരിക്കാം, അല്ലെങ്കിൽ നെവിൻ ആയിരിക്കാം. ലക്ഷ്മിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് 63,989 വോട്ടുകൾ ലക്ഷ്മി ഇതുവരെ നേടിയെടുത്തിട്ടുണ്ടെങ്കിലും വളരെ വളരെ ചുരുക്കം വോട്ട് വ്യത്യാസത്തിലാണ് നമ്മൾ നെവിൻ നിൽക്കുന്നത്. നെവിൻ ഇതുവരെ കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് 63,875 വോട്ടുകൾ. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ വോട്ടിംഗ് ഡിഫറൻസ് കണ്ടെത്താൻ നിങ്ങൾക്ക് മനസ്സിലാവും. ചെറിയ തോതിലുള്ള ഒരു വോട്ടിംഗ്. ഇനി വോട്ടിംഗ് അവസാനിക്കാൻ സത്യം പറഞ്ഞാൽ കുറച്ച് നേരമേ ഉള്ളൂ. ഈ സമയം കൊണ്ട് ഇവർ കാഴ്ചവെക്കുന്ന ഈ എപ്പിസോഡും കൊണ്ട് കഴിയുമ്പോഴേക്കും, ഈ എപ്പിസോഡിൽ ആരാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്തതെന്നൊക്കെ കാണുമ്പോഴേക്കും നല്ല രീതിയിലുള്ള വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ആവാൻ ചാൻസ് ഉണ്ട്. ലക്ഷ്മി അല്ലെങ്കിൽ നെവിൻ, ഇവർ രണ്ടുപേരും ഒരാൾ എന്തായാലും കയറിപ്പോവും, ഒരാൾ ഇറങ്ങി വരും. അഥവാ ഇപ്രാവശ്യം ഡബിൾ എവിക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ലാലേട്ടന് ഇടുകയാണെന്നുണ്ടെങ്കിൽ സത്യത്തിൽ ഇവർ രണ്ടുപേരും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ലക്ഷ്മിയിൽ നെവിനും ഒരാൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താകുന്നതായിരിക്കും. എന്തായാലും ഇന്ന് രാത്രി നമ്മുടെ വോട്ടിംഗ് അവസാനിക്കുന്ന സമയമാകുമ്പോഴേക്കും എനിക്ക് അൺഒഫീഷ്യൽ ആയിട്ടുള്ള കൺഫേം ആയിട്ടുള്ള ഒരു വോട്ടിംഗ് എനിക്ക് കിട്ടുന്നതായിരിക്കും. ആ സമയത്ത് ഞാൻ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ആരാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്നതിന്. അപ്പോൾ ഇതിനായിട്ട് മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്ന സമയം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ആരാണ് എവിക്റ്റ് ആയിട്ടുള്ളതെന്ന്. എന്തായാലും സ്റ്റേ ട്യൂൺ ഗൈസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.